എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ് USC സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഞാൻ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നതെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ്, അങ്ങനെ എല്ലാം ഭൂമിയിലുണ്ട്. ഭൂമി തന്നെ കുറിച്ച് തന്നെ പറയുന്ന ആത്മകഥ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഭൂമിയുടെ ഉള്ളറകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട് ഇല്ലേ? എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തിൻ്റെ ചൂട് എത്രയാണ്? ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്രത്തോളാണെന്ന് നമുക്ക് ഊഹിക്കാം. ഏകദേശം 12 കിലോമീറ്റർ, അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. എത്രയാണ്? ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യനെ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? അല്ല. ഏകദേശം 12 കിലോമീറ്റർ മാത്രമേ മനുഷ്യൻ ചെന്നെത്താനാകൂ നമുക്ക് യന്ത്ര സഹായത്തോടു കൂടി തന്നെ. അപ്പോൾ 6371 കിലോമീറ്റർ എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. ആ ശാസ്ത്രീയ പഠനങ്ങളും നിഗമനങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. എങ്ങനെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളുടെ ഒക്കെ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന്, ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന വസ്തുക്കളിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നൊക്കെയാണ് അല്ലേ. ഇനി ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയെ നമുക്ക് അവയുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ 3ആയി തിരിക്കാം. ഭൂവൽക്കം, മാന്റിൽ, കാമ്പ് എന്നിങ്ങനെ. അത് ഓരോന്നും എന്താണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കമാണ്. ഇനി ഭൂവൽക്കം, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഏറ്റവും ഉൾഭാഗമാണ് കാമ്പ്. കാമ്പിനെ 2ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് ഭൂവൽക്കം, ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് വൻഖര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻഖര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലുള്ളത്. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻഖര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്ററൊക്കെ കനം വരും. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനമുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഭൂവൽക്കം, ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണിത്. ഭൂവൽക്കത്തിന് വൻഖര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2ആയി തിരിക്കാം. വൻഖര ഭൂവൽക്കത്തിനാണ് സമുദ്ര ഭൂവൽക്കത്തേക്കാൾ കനം കൂടുതലുള്ളത്. വൻഖര ഭൂവൽക്കം ശരാശരി 30 കിലോമീറ്ററോളം കനം വരും. അതും പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ 70 കിലോമീറ്റർ വരെ കനം വരാറുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനമുള്ളത്. ഇനി മാന്റിലിനെ കുറിച്ചാണ് പറയുന്നത്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണ് ഇത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. എത്രയാണ്? 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാന്റിൽ. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ എന്താ പറയുക? ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്നാണ് പറയുക. എന്താ പറയുക? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അഥവാ മാഗ്മ
അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത്. എന്താണ് പറയുക? അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാൻറ്റിൽ എന്ന് പറയുന്നത് താരതമ്യേന കനമുള്ള ഭാഗമാണ്. 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്നും, ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകി മാഗ്മ എന്ന് വിളിക്കുന്ന അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെ ലിത്തോസ്ഫിയർ, അതിന് താഴെ അസ്തനോസ്ഫിയർ, അതിന് താഴെ വരുന്ന ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തതാണ് കാമ്പ്, കോർ. മാൻറ്റിലിന് താഴെയാണ് കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ്. ഇതൊക്കെയാണ് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണുള്ളത്. പുറക്കാമ്പ് എന്താണ്? ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിന് ചൂട് ഏകദേശം 5500 ആണ് ഉള്ളത്. അപ്പോൾ കാമ്പ് കോറ് മാൻറ്റിലിന് താഴെ സ്ഥിതി ചെയ്യുന്നു. പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണുള്ളത്. കാമ്പ് മുഖ്യമായിട്ട് നിക്കലും ഇരുമ്പും കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിഫെ എന്നൊരു പേര് കൂടിയുണ്ട്. 5500 ആണ് അകക്കാമ്പിലെ ചൂടെന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ ഘടന, അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂരിപ്പിക്കാനുള്ളതാണ്. ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. മാൻറ്റിലെ ഭൂവൽക്കത്തിന് താഴെയാണ്. 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചെടുക്കുന്നു. ഈ കാമ്പിനെ കുറിച്ച് നിഫെ എന്നറിയപ്പെടുന്നു. പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പിനെ നമ്മൾ അന്തരീക്ഷം എന്നാണ് പറയുക. എന്താണ് പറയുക? അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശങ്ങളും നമ്മുടെ ഈ അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ എന്തൊക്കെയാണെന്നും അവ എത്ര അളവിലാണെന്നും നമുക്ക് നോക്കാം. അന്തരീക്ഷ സംരചന, കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. 10,000-ഓളം കിലോമീറ്റർ വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ 97% ഏകദേശം 29 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഉയരം വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞാണ് വരുന്നത്. മനുഷ്യരും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അന്തരീക്ഷ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജനാണ് 78%. പിന്നെ ഓക്സിജനാണ് 21%. ബാക്കി 1% വരുന്നത് ഏതൊക്കെയാണ്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ തുടങ്ങിയവയാണ്. ഏറ്റവും കൂടുതൽ നൈട്രജനാണ് 78%, ഓർത്ത് വയ്ക്കുക. ഇനി സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയെ നമ്മൾ ബാഷ്പീകരണം എന്താണ് പറയുക? ബാഷ്പീകരണം എന്ന് പറയുന്നു. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം, ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണമർമ്മങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ എന്താ വിളിക്കുന്നത്? ഘനീകരണമർമ്മങ്ങൾ. എന്തുകൊണ്ടാണ് വിളിക്കുന്നത് അങ്ങനെ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റിയിട്ടാണ് അന്തരീക്ഷവായു ഘനീഭവിച്ചിട്ട് മേഘങ്ങളായിട്ട് രൂപപ്പെടുന്നത്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളൊക്കെ എത്തുന്നത്? കാറ്റിലൂടെ, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം എന്നിവ വഴിയൊക്കെയാണ്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ അമ്ലമഴയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അമ്ലമഴ എന്താണ്? അമ്ലമഴ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ,
ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കുന്നു. എത്രയാണ്? pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കുന്നു. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. 7-ൽ താഴെയുള്ളവയെ നമ്മൾ ആസിഡ് ഗുണമുള്ളവയെന്നും 7-ൽ കൂടുതലാവുമ്പോൾ നമ്മൾ ആൽക്കലി സ്വഭാവം എന്നാണ് പറയുക. 7 എന്താണ്? ശുദ്ധജലമാണ്. ഈ pH മൂല്യം 5-ൽ കുറവാകുമ്പോഴാണ് അമ്ലമഴ എന്ന് നമ്മൾ പറയുക. അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അന്തരീക്ഷത്തിൽ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസലൊക്കെ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് എന്നിവ പോലുള്ള വാതകങ്ങളൊക്കെ അന്തരീക്ഷത്തിലെത്തും. അപ്പോൾ മഴ പെയ്യുമ്പോൾ അതോടൊപ്പം കലർന്ന് വെള്ളത്തിൽ കലർന്നിട്ട് ആസിഡ് സ്വഭാവം കൈവരുന്നു. അങ്ങനെയാണ് pH മൂല്യം 5-ൽ കുറവാകുകയും അതിനെ അമ്ലമഴ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇനി പുകമഞ്ഞ്, സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. അവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്തരീക്ഷ ഘടനയെക്കുറിച്ചാണ് ഇനി നോക്കുന്നത്. 5 വ്യത്യസ്ത പാളികളായിട്ടാണ് അന്തരീക്ഷത്തെ തിരിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതൊക്കെയാണ് സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇനി ഓരോ പാളികളെ കുറിച്ച് നോക്കാം. ആദ്യത്തേതാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെയാണ് ഉയരം വരുന്നത്. ധ്രുവപ്രദേശമാകുമ്പോൾ 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയൊക്കെ ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് അവിടെ 8 കിലോമീറ്റർ വരെയൊക്കെ ആകുന്നത്. 18 കിലോമീറ്റർ വരെയൊക്കെ ആകുന്നത്. ധ്രുവപ്രദേശത്താകുമ്പോൾ അവിടെ തണുപ്പായതുകൊണ്ടാണ് 8 കിലോമീറ്റർ വരെയും. ഭൂമധ്യരേഖാ പ്രദേശത്താകുമ്പോൾ അന്തരീക്ഷവായു ചൂടായിട്ട് ഇങ്ങനെ വികസിക്കുമല്ലോ, അപ്പോൾ അത് 18 കിലോമീറ്റർ വരെയൊക്കെ ഉയരാറുണ്ട്. ശരാശരി ചോദിച്ചാൽ 13 കിലോമീറ്ററാണ്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് എവിടെയാണ്? ഈ പാളിയിലാണ്. അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 കിലോമീറ്റർ ഉയരുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് വീതം അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നു. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഓസോൺ പാളി എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. സ്ട്രാറ്റോസ്ഫിയർ ശരാശരി ഉയരം എത്രയാണ്? 50 കിലോമീറ്റർ ആണ്. ഇനി ഓസോൺ, ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നല്ല നമ്മളെ ഓസോൺ പാളി സംരക്ഷിക്കുന്നുണ്ട്. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകും, കൃഷിനാശത്തിന് കാരണമാകും, സസ്യവളർച്ച മുരടിക്കും, അകാല വാർദ്ധക്യത്തിനും അന്ധതയ്ക്കും തിമിരത്തിനും അതുപോലെ ത്വക്കിലുണ്ടാകുന്ന ക്യാൻസറിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിലെ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഇനി അടുത്തതാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മീസോസ്ഫിയർ. ഈ പാളിയിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമാണ്. ഉയരം കൂടുന്തോറും എന്താകുന്നത്? താപം കുറയുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഉയരം കൂടുന്നതും താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില
-100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. ഏറ്റവും കുറഞ്ഞ താപനിലയാണിത് അന്തരീക്ഷത്തിലെ. ഭൂമോപരിതലത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകളൊക്കെ കത്തിച്ചാരാവുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. ഇനി അടുത്തതാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ ഉള്ളത്. ഉയരം കൂടുന്തോറും താപനില കൂടി വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ പാളിയിൽ കുറഞ്ഞു വരികയായിരുന്നു. ഇവിടെ ഉയരം കൂടുന്തോറും കൂടി വരികയാണ് താപനില. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ അയണോസ്ഫിയർ എന്നാണ് പറയുക. അപ്പോൾ അയണോസ്ഫിയർ എന്താണ്? അന്തരീക്ഷത്തിലെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയനോസ്ഫിയർ എന്നുമാണ് വിളിക്കുന്നത്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിനൊക്കെ സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം നടക്കുന്ന അയനോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഓർത്ത് വയ്ക്കുക. ഇവിടെയുള്ള അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവുണ്ട്. റേഡിയോ തരംഗങ്ങളൊക്കെ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ തരംഗങ്ങളൊക്കെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നുണ്ട്. ഇവിടെ അയനോസ്ഫിയർ എന്ന് പറയുന്നത് 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികളൊക്കെ വാതക തന്മാത്രകളെ അയോണുകളാക്കിയിട്ട് ഇവിടെ മാറ്റപ്പെടുന്നുണ്ട്. ഇനി എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അത്ര ഭാഗങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ പാളിയെക്കുറിച്ച്, ഓരോ ഭാഗത്തെക്കുറിച്ചുള്ളത് കൊടുത്തിട്ടുണ്ട്. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അന്തരീക്ഷ ഘടനയും അതുപോലെ ഭൂമിയുടെ ഘടനയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. എഴുതി വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് പഠിക്കുക.